പോകുന്നത് അനലറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ആ മൊഡ്യൂളിലെ ഫസ്റ്റ് സെഷനിൽ വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ, ഫോട്ടോമെട്രി, ഫോട്ടോമീറ്റേഴ്സ്, അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സ് ആൻഡ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. അതിനുശേഷം എമിഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സ്, ഫ്ലെയിം ഫോട്ടോമീറ്റേഴ്സ്, അതുപോലെ മാസ് സ്പെക്ട്രോമീറ്റേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, NMR സ്പെക്ട്രോമീറ്റർ, രാമൻ ഇഫക്റ്റ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഇത്രയും പോർഷൻസ് നമുക്കിന്ന് കവർ ചെയ്യാം. What are electromagnetic spectrum? The electromagnetic spectrum is a range of frequencies, wavelength and photon energies covering frequencies from below 1 Hz to above 10^25 Hz, corresponding to wavelength which are a few kilometers to a fraction of size of an atomic nucleus in the spectrum of electromagnetic waves. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരംഗങ്ങൾ, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളെ വേവ് ലെങ്ത്തിൻ്റെയും ഫ്രീക്വൻസിയുടെയും അടിസ്ഥാനത്തിൽ ഒരു വൈഡ് റേഞ്ച്, അതിൻ്റെ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും അനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു സ്പെക്ട്രമാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി കവർ ചെയ്യുന്നത് 1 Hz മുതൽ 10^25 Hz വരെയാണ് കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേവ് ലെങ്ത്ത് പറയുമ്പം ഫ്യൂ കിലോമീറ്റേഴ്സ് തുടങ്ങി ഫ്രാക്ഷൻ ഓഫ് സൈസ് ഓഫ് എൻ അറ്റോമിക് ന്യൂക്ലിയസ് ആണ് വേവ് ലെങ്ത്ത് കവർ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ്, അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, വിസിബിൾ റേസ് അല്ലേ. അപ്പോൾ അതുപോലത്തുള്ള ഒരുപാട് തരംഗങ്ങളെയാണ് ഇതിനകത്ത് സ്പെക്ട്രയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ജനറലി ഇൻ എ വാക്വം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ടെൻഡ് ടു ട്രാവൽ അറ്റ് സ്പീഡ് വിച്ച് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് ലൈറ്റ്. അപ്പോൾ ലൈറ്റ് വേവ്സ്, വിസിബിൾ ലൈറ്റ് റേസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത്തിനോട് കമ്പയർ ചെയ്തിട്ട് ബാക്കി എല്ലാത്തിൻ്റെയും വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹൗവർ ദേ ഡു സോ അറ്റ് വൈഡ് range of wavelength, frequencies and photon energies. Electromagnetic spectrum consists of a span of all electromagnetic radiation which further contains many sub-ranges which are commonly referred to as portions. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് സബ് റേഞ്ചസും ഉണ്ട്, അതിനെ പോർഷൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പോർഷൻസ് ഡിഫറെൻറ്റ് റേഡിയേഷനുകൾക്കായിട്ട് അസൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. These can be further classified as infrared radiation, visible light or ultraviolet radiation. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഗാമ റേസ്, എക്സ് റേസ്, UV, അൾട്രാവയലറ്റ് റേഡിയേഷൻസ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, റേഡിയോ വേവ്സിൽ തന്നെ പോർഷൻസ് വരുന്നുണ്ട്. റഡാർ, TV, FM, AM, ഫ്രീക്വൻസി മോഡുലേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്സ്. അപ്പം ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹയർ ഇൻക്രീസിങ് ഓർഡറും അതുപോലെ വേവ് ലെങ്ത് ഡിക്രീസിങ് ഓർഡറുമാണ് വരുന്നത്. അപ്പം ടൈപ്പ് ഓഫ് റേഡിയേഷനും ഫ്രീക്വൻസി റേഞ്ചും വേവ് ലെങ്ത് റേഞ്ചുമാണ് ഓരോ റേഡിയേഷൻസിൻ്റെയും ഈ ടേബിൾ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാവയലറ്റ് റേസ്, വിസിബിൾ റേസ്, നിയർ ഇൻഫ്രാറെഡ് ആൻഡ് ഇൻഫ്രാറെഡ്, മൈക്രോവേവ്സ് ആൻഡ് റേഡിയോ വേവ്സ്. അപ്പം റേഡിയോ വേവ്സിൽ സബ് റേഞ്ചസ് വരുന്നുണ്ട്. FM, AM, അതുപോലെ തന്നെ റഡാർ, TV ഒക്കെ വരുന്നുണ്ട്. അപ്പം ഗാമ റേസ്, എക്സ് റേസ് ഇതൊക്കെ മെഡിക്കൽ ഫീൽഡിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന റേസ് ആണ്. അൾട്രാവയലറ്റ് റേസ് എന്ന് പറയുന്നത് സണ്ണിൽ നിന്നും വരുന്ന റേസ് ആണ്, കൂടുതലായിട്ടും വരുന്ന റേസ് ആണ് അൾട്രാവയലറ്റ് റേഡിയേഷൻസ്. അതുപോലെ വിസിബിൾ റേസ്, നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റ് റേസ് ആണ് വിസിബിൾ റേസ് വരുന്നത്. ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, മൈക്രോവേവ്സ് കുക്കിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റേഡിയേഷൻ ആണ് മൈക്രോവേവ്സ്. ദെൻ റേഡിയോ വേവ്സ്, റേഡിയോ സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കുകളിൽ ഉപയോഗിക്കുന്ന വേവ്സ് ആണ്, തരംഗങ്ങളാണ് റേഡിയോ വേവ്സ്. Then absorption and emission. In an atom, the amount of energy levels that are allowed depend upon the structure of protons and neutrons. അപ്പം എന്താണ് അബ്സോർപ്ഷൻ, എന്താണ് എമിഷൻ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം എമിഷൻ ഇസ് ദി പ്രോസസ് ഓഫ് എലമെൻറ്റ്സ് റിലീസിങ് ഡിഫറെൻറ്റ് ഫോട്ടോൺസ് ഓഫ് കളർ ആസ് ദർ ആറ്റംസ് റിട്ടേൺ ടു ദർ ലോവർ എനർജി ലെവൽസ്. അപ്പം എനർജി ലെവൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി ലെവൽ, ബാൻഡ് തിയറിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എനർജി ലെവൽ, ഇലക്ട്രോൺസ് എനർജി ലെവൽ ഹയർ എനർജി ലെവലിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാണ്, എനർജി റിലീസ് ചെയ്യാണ്. അതുപോലെ തന്നെ atoms emit light when they are heated or excited at high energy levels. The color of light that is emitted by an atom depends on how much energy the electron releases that move down different energy levels. But energy level കുറയുമ്പം ഇലക്ട്രോൺസ് എനർജി റിലീസ് ചെയ്യുകയും എനർജി ലെവൽ കൂടുമ്പം, അതായത് ഹയർ എനർജി ലെവലിലേക്ക് പോകുമ്പം അത് എനർജി ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. When the electrons return to lower energy levels, they release extra energy and that can be in the form of light, causing the emission of light. അപ്പോൾ ഇലക്ട്രോൺസ് ലോവർ എനർജി ലെവലിലേക്ക് വരുമ്പോൾ അത് എക്സ്ട്രാ എനർജി റിലീവ് ചെയ്യുകയും അതുപോലെ തന്നെ ഹയർ എനർജി ലെവലിലേക്ക് പോകുമ്പോൾ അത് എനർജി ഗെയിൻ ചെയ്യുകയും ചെയ്യുന്നു
ചെയ്യുന്നു. അപ്പോൾ എനർജി ഗെയിനിങ്ങിനെ അബ്സോർപ്ഷൻ എന്നും എനർജി റിലീസിനെ എമിഷൻ എന്നും വിളിക്കുന്നു. On the other hand, absorbed light is the light that is not seen. Absorption occurs when electron absorb photons, which causes them to gain energy and jump to higher energy levels. Absorption and emission of light can reveal a lot about the structure of an atom. Absorbed light is light that is not seen, while emitted light is the light that is seen. നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റിന്, അതായത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുകയും അബ്സോർബ് ചെയ്ത ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. Emission is when the electron return to energy levels. Absorption is when electron gain energy and jump to the higher energy levels. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഈ അബ്സോർപ്ഷനും എമിഷനുമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺസ് അബ്സോർബിങ് ഫോട്ടോൺ ഗോസ് അപ്പ് എനർജി ലെവൽ കാണിച്ചിട്ടുണ്ട്. ഫോട്ടോൺ അബ്സോർബ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിനെ എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഹയർ എനർജി ലെവലിനെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഹയർ ടു ലോവർ എനർജി ലെവലിലേക്ക് പോകുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്നു, ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നു. എമിറ്റിംഗ് ഫോട്ടോൺ ഗോസ് ഡൗൺ ഇൻ ദി എനർജി ലെവൽ. അപ്പോൾ ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അപ്പോൾ ലോവസ്റ്റ് എനർജി ലെവലിനെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നും ഹയസ്റ്റ് എനർജി ലെവലിനെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നും വിളിക്കുന്നു. ആൻഡ് 1, 2, 3 കാണിച്ചിട്ടുണ്ട്. What is photometry? The measurement of the intensity of brightness of light that can be perceived by the human eye is called photometry. Meaning of photometry is different from radiometry. Radiometry measures the level of optical radiations. ഫോട്ടോമെട്രി എന്ന് പറയുന്നത് ഒരു ബ്രൈറ്റ്നസിൻ്റെ ഇൻറ്റൻസിറ്റി, ലൈറ്റ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഫോട്ടോമെട്രി. ഫോട്ടോമെട്രി ഈസ് ദി സയൻസ് ബിഹൈൻഡ് ദി മെഷർമെൻറ്റ് ഓഫ് ലൈറ്റ് വിച്ച് ഈസ് പെർസീവ്ഡ് ഇൻ ടേംസ് ഓഫ് ബ്രൈറ്റ്നസ് ഓഫ് ഹ്യൂമൻ ഐ. നമ്മുടെ കണ്ണിൻ്റെ ബ്രൈറ്റ്നസ്സിനനുസരിച്ച് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫോട്ടോമെട്രി. ഇത് റേഡിയോമെട്രിയിൽ നിന്നും വ്യത്യസ്തമാണ്. റേഡിയോമെട്രിയിൽ നമ്മൾ ഒപ്റ്റിക്കൽ റേഡിയേഷൻ്റെ ലെവലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അക്കോർഡിംഗ് ടു ദി ബ്രൈറ്റ്നസ് ഓഫ് ദി ഹ്യൂമൻ ഐ. ഇറ്റ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് റേഡിയോമെട്രി വിച്ച് റെഫേഴ്സ് ടു ദി മെഷർമെൻറ്റ് ഓഫ് റേഡിയൻറ്റ് എനർജി ഇൻ ടേംസ് ഓഫ് ആബ്സല്യൂട്ട് പവർ. Photometry is a branch of science which concerns light in terms of color, which is experienced by the eye from physical stimulation that exerts influence on photon inside the eye and also responds with the brain. അപ്പം നമ്മുടെ കാഴ്ചയ്ക്കനുസരിച്ചാണ് എന്ത് വരുന്നത്, ഔട്ട്പുട്ട് വരുന്നത്. നമ്മുടെ കാഴ്ചയുടെ, നമ്മുടെ ഹ്യൂമൺ ഐയുടെ ബ്രൈറ്റ്നസ്സിനനുസരിച്ചാണ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യപ്പെടുന്നത്. ഫോട്ടോമീറ്റർ. എ ഫോട്ടോമീറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ് ടു മെഷർ ലൈറ്റ്. ഫോട്ടോമെട്രി എന്നുള്ളൊരു ടെക്നിക്ക് ഉപയോഗിച്ച് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്ന മീറ്ററാണ് ഫോട്ടോമീറ്റർ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്, നമുക്കറിയാം. അപ്പം ഫോട്ടോസിന്തസിസ് അതിനൊരു എക്സാമ്പിളാണ്. എ ഫോട്ടോൺ ഈസ് എ പാർട്ടിക്കിൾ ഓഫ് ലൈറ്റ്. എ ഫോട്ടോഗ്രാഫ് ഈസ് എൻ ഇമേജ് വിച്ച് ഈസ് മെയ്ഡ് ഫ്രം ലൈറ്റ് സെൻസിറ്റീവ് ഫിലിം ഓർ ലൈറ്റ് സെൻസിറ്റീവ് ഡിവൈസ്. A photometer is a device that measures the strength of electromagnetic radiation in the range of infrared radiation to ultraviolet radiation, including the visible part of the electromagnetic spectrum. ഫോട്ടോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ സ്ട്രെങ്ത് ആണ് അളക്കുന്നത്, അഥവാ നമുക്ക് എന്താ പറയാം, ഇൻറ്റൻസിറ്റി ഓഫ് ദി റേഡിയേഷൻ. എവിടെ നിന്ന് തുടങ്ങി, ഇൻഫ്രാറെഡ് റേഡിയേഷൻ തുടങ്ങി അൾട്രാവയലറ്റ് റേഡിയേഷൻ വരെ. അതിനകത്ത് വിസിബിൾ പാർട്ടും പെടും, വിസിബിൾ ലൈറ്റും പെടും. Usually a photometer converts light into electrical current by using a photoresistor, photomultiplier and photodiode. അപ്പം ഫോട്ടോമീറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ആയിരിക്കും. ലൈറ്റ് ഇൻറ്റൻസിറ്റിയെ കറണ്ടാക്കി കൺവേർട്ട് ചെയ്യുന്നു. Principles of photometers. Photometers examine how light interact with the reflective materials. ഫോട്ടോമീറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് റിഫ്ലക്റ്റീവ് മെറ്റീരിയലിനെ അതിന് റെസ്പോൺസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നാണ് എക്സാമിൻ ചെയ്യുന്നത്. ദി അറേ ഓഫ് ഫോട്ടോമീറ്റേഴ്സ് ഡിസ്ക്രൈബ്സ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോമെട്രി ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡി. സം ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോമെട്രി ടു ഒബ്സർവ് ഹൗ ലൈറ്റ് അബ്സോർബ് ആൻഡ് ഓർ റിഫ്ലെക്ട്സ് വേവ് ലെങ്ത്. Some instruments and devices measure light by converting it into electric current and measuring the intensity of electric current produced by the light. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ തീവ്രതയ്ക്ക് അനുസരിച്ച്, ഔട്ട്പുട്ട് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യും. നെക്സ്റ്റ് സ്പെക്ട്രോഫോട്ടോമീറ്റർ ആൻഡ് സ്പെക്ട്രോമീറ്റർ രണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. സ്പെക്ട്രോമീറ്ററും സ്പെക്ട്രോഫോട്ടോമീറ്ററും നമുക്ക് പഠിക്കാനുണ്ട്. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം, സ്പെക്ട്രോഫോട്ടോമീറ്ററും സ്പെക്ട്രോമീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. Spectroscopy is the study of light spectrum interaction with the matter theoretically. On the other hand, spectrometry is the instrument that produces light to interact with the sample and measure the light spectrum after passing through the sample. സാമ്പിളിലൂടെ പാസ് ചെയ്തതിന് ശേഷം ലൈറ്റ് സ്പെക്ട്രത്തിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ്, ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പി എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് സ്പെക്ട്രോമെട്രി എന്ന് വിളിക്കുന്നത്.
Spectrometry is an instrument that allows doing quantitative and qualitative analysis of samples with the absorption characteristics of the sample. സാമ്പിളിൻ്റെ absorption characteristics ആണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. What is spectroscopy? Spectroscopy is the term used to study the absorption and emission characteristics of matter theoretically when exposed to light spectrum of electromagnetic radiation. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എക്സ്പോസ് ചെയ്തതിന് ശേഷം ആ ഒരു സാമ്പിളിൻ്റെ അബ്സോർപ്ഷൻ എമിഷൻ പ്രോപ്പർട്ടീസ് ആണ് സ്പെക്ട്രോസ്കോപ്പി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ആസ് ദി ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് അയോൺസ്. വാട്ട് ഈസ് സ്പെക്ട്രോമെട്രി? സ്പെക്ട്രോമെട്രി എന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ആക്ച്വൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് സ്പെസിഫിക് സ്പെക്ട്രം. സ്പെക്ട്രോമെട്രി ഈസ് റിക്വയർഡ് ടു അനലൈസ്, ഇൻ്റർപ്രറ്റ് ഇറ്റ്സ് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന മീറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റാണ് സ്പെക്ട്രോമെട്രി. What is spectrometer? A spectrometer is an instrument that uses various techniques to measure the variation of physical characteristics using spectrometry. സ്പെക്ട്രോമെട്രി എന്നുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് സ്പെക്ട്രോമീറ്റർ. സ്പെക്ട്രോമെട്രി എന്ന് പറയുന്നത് എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷനാണ്. The spectrometer is the best tool that is used to collect information about a material based on the amount of light radiation it can be either for infrared, visible or ultraviolet radiation. ലൈറ്റിനോടുള്ള റെസ്പോൺസ് ആണ് നമ്മളിവിടെ ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് സ്പെക്ട്രോഫോട്ടോമീറ്റർ? ഇനി എന്താണ് സ്പെക്ട്രോഫോട്ടോമീറ്റർ? ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെക്ട്രോഫോട്ടോമെട്രി ആൻഡ് സ്പെക്ട്രോമെട്രി. Spectrophotometry measures the absorbance of light by specific chemical substance. Spectrophotometer is an instrument that is used to apply spectrophotometry. Spectrophotometry എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് അക്കോർഡിംഗ് ടു വേവ് ലെങ്ത്, അതിൻ്റെ കളർ അനുസരിച്ചാണ് മെഷർമെൻറ്റ് വരുന്നത് സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ. സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നത് സ്പെക്ട്രോഫോട്ടോമെട്രി ഉപയോഗിച്ച് മെഷർമെൻറ്റ് നടത്തുന്ന ഇൻസ്ട്രുമെൻ്റാണ്. Depending on the applications, different type of spectrometers ഉണ്ട്, such that exact definition also varies depending upon the different field of science or industry. Spectrophotometers ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ലൈറ്റ് മെഷർ ചെയ്യുന്നു, അബ്സോർപ്ഷൻ, ട്രാൻസ്മിറ്റൻസ് ആൻഡ് റിഫ്ലക്റ്റൻസ് ഓഫ് എ സാമ്പിൾ ഫോർ എ സ്പെസിഫിക് വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോട്ടോമീറ്ററും സ്പെക്ട്രോമീറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ കൺഫ്യൂഷൻ വരരുത്, സ്പെക്ട്രോഫോട്ടോമീറ്ററും സ്പെക്ട്രോമീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. സ്പെക്ട്രോമീറ്റർ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റിയെ മെഷർ ചെയ്യുന്നു. സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ത് ചെയ്യുന്നു? സ്പെക്ട്രോഫോട്ടോമീറ്റർ അതിൻ്റെ വേവ് ലെങ്ത്തിനനുസരിച്ച്, കളർ അനുസരിച്ച് വാല്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ കളറാണ് ഇമ്പോർട്ടൻ്റ്, വേവ് ലെങ്ത്. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ആണ് ഇമ്പോർട്ടൻ്റ്. സ്പെക്ട്രോമീറ്ററിൽ ലൈറ്റാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, താങ്ക് യു.